ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പാറയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നൊരു കാഴ്ച. എന്തുകൊണ്ട് ഞാൻ ഇതിനു മുമ്പിട്ട് ഈ കാഴ്ച കണ്ടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ച. എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം പകർത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ കൺമുന്നിൽ കണ്ടൊരു കാഴ്ചയാണ്. നിങ്ങൾ കണ്ടോ അത്? നിങ്ങൾക്കത് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. ഒരു പ്രകാശം ഇങ്ങനെ വരുന്നത് പോലെ തോന്നുന്നില്ലേ? ഈ നമ്മുടെ ദൈവങ്ങളൊക്കെ ഫോട്ടോയ്ക്കിടെ ബാക്കിൽ ഇങ്ങനെ പ്രകാശം വരുന്നത് പോലെ അമ്മാതിരി ഒരു കാഴ്ചയായിരുന്നു. കുറേ മേഘങ്ങൾ ഇങ്ങനെ പോകുന്നു, അതിനകത്തൂടെ ഇങ്ങനെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കാനേ പറ്റുന്നില്ല ആ ഒരു കാഴ്ച. ഞാൻ ആദ്യമായിട്ട് കാണുക. അതെങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയത്തില്ല. ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ഞാനും ഹസ്ബൻഡിൻ്റെ കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രകാശം വരുന്നു. അപ്പോഴാണെങ്കിൽ അച്ഛൻ പറഞ്ഞു, വാ നമുക്ക് പാറയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാ പോകുന്നതെന്ന് ഒന്നും പറഞ്ഞില്ല. എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് ഒന്നും പറയില്ല. വാ വരാൻ ഇങ്ങനെ നിർബന്ധിച്ചോണ്ടിരുന്നു. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് കാറും എടുത്തിറങ്ങി. അപ്പോൾ ആകാശത്തോട്ട് നോക്കിയപ്പോൾ മഴവില്ല് കണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു മഴവില്ല്, ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് മഴവില്ല് വന്നിട്ടൊരു വലിയൊരു എനിക്കത് പറയാൻ എനിക്കറിയത്തില്ല. എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. ഒരു സൈഡ് മഴവില്ല് വരുന്നു, ഒരു സൈഡാണെങ്കിൽ ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ വരുന്നു. നമ്മളെപ്പോഴും മഴവില്ല് കണ്ടിട്ടുണ്ട്, പക്ഷെ മഴവില്ല് കാണുമ്പോൾ ഒരു സൈഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത്രയും തെളിഞ്ഞ ആകാശത്ത് ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെ മഴവില്ല് വന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി മുട്ടിയ ഒരു രംഗമുണ്ട്. അത് എനിക്കത് പറഞ്ഞു തരാനോ അത് ക്യാമറയിൽ കൂടെ കാണിക്കാനോ എത്രത്തോളം ഞാൻ അത് എടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സീനായിരുന്നു. അതെ, ഈ ഒരു സൈഡിൽ മഴവില്ല്, അടുത്ത സൈഡിൽ ആ വെളിച്ചം ഇങ്ങനെ വരുന്നു. അത് ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക, അതിനകത്ത് ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, എൻ്റെ കണ്ണ് നിറഞ്ഞു. നമ്മളിപ്പം ചിലപ്പം വേറെ മൂന്നാറിലോ അങ്ങനെയൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയെക്കാട്ടിലും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള പയ്യന്മാരെല്ലാവരും കൂടെ കളിക്കുന്നൊരു പാറയാണ്. ഇവിടെ എല്ലാ ദിവസവും വൈകിട്ട് 4:30 ആകുമ്പോഴത്തേക്ക് വോളിബോളിൻ്റെ കളിയാണ്. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് അവരാരും വരാനില്ല, അല്ലായിരുന്നെങ്കിൽ ഇവിടെ എപ്പോഴും ആൾക്കാരായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നപ്പോഴത്തേക്ക് തന്നെ മഴയുണ്ടായിരുന്നു. മഴ ആദ്യം പെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കാഴ്ച കണ്ട്. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഇനി ഇടി വെട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട്, സാധാരണ പാറയുടെ മുകളിലല്ലേ ആദ്യം ഇടി വെട്ടണം. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, നമുക്ക് എന്തായാലും കലങ്ങി പോവാം. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു വയലുണ്ട്, അപ്പോൾ അവിടെ കലങ്ങ് പണിഞ്ഞിട്ടിട്ടുണ്ട്. അതൊരു വൈകിട്ട് കാണുമ്പോൾ നല്ലൊരു സീനാണ്, നല്ലൊരു സീനറി അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് നേരെ കലങ്ങിൻ്റെ അവിടെ പോയി. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റോഡാണ്. ഈ റോഡിൽ കൂടെ പോയി കഴിഞ്ഞിട്ട് നേരെ വയലിൽ കലങ്ങി പോകും. അപ്പോൾ അവിടെ ചുമന്ന സൂര്യനെ കാണാമെന്ന് പറഞ്ഞ് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി. ഇതാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയാണ്. പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുക. എന്തൊരു അടിപൊളി കാണാം. പള്ളി പണിഞ്ഞ് വന്നപ്പോഴത്തേക്കൊരു വേറൊരു ലുക്ക്. ഞാനത് പിന്നെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു, വണ്ടി നിർത്തി പള്ളി ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടി. ഇതിൽ കൂടുതൽ കാറിൻ്റെ അകത്തുനിന്ന് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വയലിലോട്ട് പോയി. വയലിലെല്ലാം ചെളി ഇങ്ങനെ നിറഞ്ഞിരിക്കുക. എന്നാലും കഷ്ടപ്പെട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മഴയും ഉണ്ടായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ആണെങ്കിലും നല്ല മഴയുണ്ട്. റോഡെല്ലാം ചെറിയ വീതിയേ ഉള്ളൂ. ഭയങ്കര പാടായിരുന്നു പോകാൻ. അവിടെ ചെന്നപ്പോൾ മഴവില്ലാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വന്നു. പാറയെ കണ്ട മഴവില്ല് അവിടെ നിന്ന് പെട്ടെന്ന് മാറി വയലിൽ വന്നു. ഇത് വയലിൻ്റെ അടുത്ത് തോടെല്ലാം കവിഞ്ഞൊഴുകി. അപ്പോൾ കുറേ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു സൈഡിൽ മഴവിലും ഒരു സൈഡിൽ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതും വയലിനാണെങ്കിൽ ഇപ്പം മഴ പെയ്തതുകൊണ്ട് ഈ വയലിൻ്റെ മണം ഉണ്ടല്ലോ, മണ്ണിൻ്റെ മണം ഇങ്ങനെ വരുന്നുണ്ട്. അതും കൂടെ നമുക്കിങ്ങനെ ശ്വസിക്കുമ്പോൾ നല്ല രസം. ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള തോട്. ഈ തോട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ആയൂർ വരെ പോകുന്ന തോടാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഫുള്ള് കൃഷിയാണ്. കുറേ ചീനിത്തോട്ടങ്ങളും വാഴയും. പണ്ടൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ ആരും അതൊന്നും ചെയ്യുന്നില്ല. വാഴയും ചീനിയും അങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ എല്ലാം കണ്ടങ്ങളെല്ലാവരും അതേപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. വാഴയും കൃഷിയും അതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആ മഴവിൽ അങ്ങനെ പോകുന്നതേ ഇല്ലായിരുന്നു. അത് നോക്കി കുറേ നേരം കുറേ ഫോട്ടോസ് എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആ മഴവില്ലിൻ്റെ ഇടയ്ക്കൂടെ വേറെ കുറേ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ആ പക്ഷികളെ ക്യാമറയ്ക്കകത്തൊന്നും പതിഞ്ഞില്ല.
പിന്നെ കൊക്ക ഉണ്ടായിരുന്നു. കൊക്കൊക്കെ ഇങ്ങനെ പറന്നു കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ച് നിന്ന്. പിന്നെ ഞാനും ചേച്ചിയും കൂടെ കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അവിടെ തമാശയൊക്കെ പറഞ്ഞ് നല്ലൊരു വൈബായിരുന്നു ഇന്ന് വൈകിട്ട്. പിന്നെ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായിരുന്നു. കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് നിന്നു. പിന്നെ ശരി, ഓക്കെ, ബൈ.